പറഞ്ഞ യോജപ്പൂ മച്ചാൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തുകൊണ്ട് ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നത്. യെസ് ഗൈസ്, പിന്നെ നമ്മൾ ട്രിപ്പ് പോകുന്നു. സമ്മർ വെക്കേഷനായി ട്രിപ്പൊന്നും പോകാതിരിക്കാനും പറ്റത്തില്ല. ഇവിടെ പിന്നെ കേരള അല്ലേ, പൊരിഞ്ഞ ചൂടാണ്. ട്രിപ്പൊക്കെ ഒന്ന് പോകാൻ വെച്ച് എങ്ങോട്ടാണ് പോകുന്നത്? കേരളത്തിലെ കൊല്ലം ജില്ലയിലെ വർക്കല ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ അവിടെ അധികം കേരളീയൻസ് ഒന്നും വരാൻ അധികം സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മാരുതി സുസുക്കി ജിംനിയിൽ കയറി വർക്കലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിൽ ഇടയ്ക്ക് വെച്ച് നമ്മളൊരു പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് പമ്പിൽ കയറിയായിരുന്നു. പിന്നെ നമുക്ക് കാണാവുന്ന ഒരു 4 മണിക്കൂർ 22 മിനിറ്റ് ജേണിയാണ് നേരെ വർക്കലയിലേക്ക്. എവിടെ നിർത്താതെ പോയാൽ ഇപ്പോൾ കുറച്ചു നേരം വണ്ടിയിൽ തന്നെയൊക്കെ ഇരിക്കണം. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുടമറ്റം ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിൽ വന്നേക്കുവാണ്. ആ കുട്ടനാടൻ ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞ ഹോട്ടലിൽ വന്നേക്കുവാണ്. ഇവിടെ ഉച്ചയൊക്കെ ആയി വിശന്നിരിക്കുകയാണ്. കോട്ടയത്തിലാണെങ്കിൽ വലിയ ഹോട്ടൽ സെറ്റപ്പ് ഒന്നും ഇല്ല. അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ എന്താ ഉള്ളത്? പിന്നെ ബിരിയാണി ഉണ്ട്, അപ്പം, ചപ്പാത്തി, പൊറോട്ട. എന്താ കറി? ഇപ്പോൾ കറി ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്, മീനുണ്ട്. അല്ല, അത് ചിലപ്പോൾ വൈകി പോകാമായിരിക്കും. എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. ചപ്പാത്തി കഴിക്കാൻ ഇവര് കഴിക്കും. പൊറോട്ട കഴിക്കില്ലേ? ജോണോ പൊറോട്ട കഴിക്കില്ലേ? എന്നാൽ ഇവർക്ക് പൊറോട്ട. ഒരു പൊറോട്ട മതിയാ? എനിക്ക് ചപ്പാത്തി മതി. 2 പൊറോട്ട, 3 ചപ്പാത്തി. പിന്നെ ചപ്പാത്തി അപ്പോൾ 6 ചപ്പാത്തി. നമ്മൾ എത്തി വർക്കല ബീച്ചിൽ. നമ്മുടെ റിസോർട്ടിൻ്റെ പേരെന്തുവെന്ന്? ക്ലഫോട്ടിയിലാണ് ഗൈസ് നമ്മുടെ റിസോർട്ടിൻ്റെ പേര്. ക്ലഫോട്ടി റിസപ്ഷൻ ഇവിടെയാണോ? അവിടെയാണ്. കൂടുതൽ ആൾക്കാർ രാവിലെ വന്നായിരുന്നേ. ജോർജ് സാറല്ലേ? അതെ. സാറേ, വന്നിട്ട് നമുക്ക് റൂമെല്ലാം ബുക്ക് ചെയ്തിരുന്നത് കൂടുതലും പാർഷ്യൽ സീവിംഗ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ്. വന്നപ്പോൾ ജസ്റ്റ് പാർഷ്യൽ സീവിംഗ് റൂം ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഇതിന് ഇഷ്ടപ്പെട്ട റൂം നമ്മൾ കൊടുത്തു. ഓക്കെ. അതിൻ്റെ റേറ്റ് ഡിഫറെൻ്റ് ആണ്. അത് ഹയർ കാറ്റഗറി റൂംസ് ആയിരുന്നു. ഓക്കെ. പ്രശ്നമില്ലാന്ന് പറഞ്ഞു. ഓക്കെ. സെക്കൻഡ് തിങ്, അപ്പം ബാക്കി വരുന്ന എല്ലാവർക്കും പാർഷ്യൽ സീവിംഗ് വേണ്ട, ഹയർ കാറ്റഗറി മതിയെന്ന് പറഞ്ഞായിരുന്നു. സോ ഇന്ന് 2 റൂം മതി. 3 ദിവസത്തേക്ക്. നാളെ മുതൽ വീണ്ടും 2 റൂം 2 ദിവസത്തേക്ക്. 3 പുറമെ വേറെ 2 റൂം 2 ദിവസം. അപ്പോൾ അതിൽ ഹയർ കാറ്റഗറി റൂംസ് തന്നെ ഉണ്ട്. ഓക്കെ. എല്ലാത്തിൻ്റെ റേറ്റ് പിന്നെ ഇതിൽ ബുക്കിംഗ് ആയതുകൊണ്ട് ഞാൻ മാനേജ്മെൻറ്റിനോട് സംസാരിച്ച് മാക്സിമം സിമിലറാക്കി അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ. അതെല്ലാം 9,000 പ്ലസ് ടാക്സ് വരുന്ന റൂംസാണ്. അതിന് നെറ്റ് 7,000 തരാൻ പറഞ്ഞു. ഓക്കെ. അങ്ങനെ എന്ത് ചെയ്യാനാ? ഇന്നിപ്പോൾ സാറിന് ഒരു റൂമിൻ്റെ കീഴിലേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം റൂമിൽ കൊടുത്തിട്ടുള്ളൂ. സ്ട്രൈറ്റ് ഇവിടെ ഇങ്ങോട്ട് ചേർത്തിടണോ? ഓക്കെ. സ്ട്രൈറ്റ് ഇടാ. ഞാൻ പോയിട്ട് വരാട്ടെ. ഇത് വെച്ചിട്ട് വരാം.
നമ്മളൊക്കെ ഇവിടെ റിസോർട്ടിലൊക്കെ വന്ന് ഇവിടെ സെറ്റായിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോയൊരു കാര്യം ഉണ്ടായിരുന്നു. നമ്മുടെ കൂടെ കുറച്ച് കസിൻസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ റൂമിലാണ് ഗൈസ് നമ്മളിപ്പോൾ. അവരുടെയൊക്കെ പേര് അശ്വിൻ ചേട്ടൻ, പിന്നെ സേതുമ്മ, അവർ, പിന്നെ അവരുടെ മോള് പേര് അനസ്താഷ്യ. ഓക്കെ, അപ്പോൾ അവരെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവരൊക്കെയാണത്. അശ്വിൻ ചേട്ടൻ ഹായ് എടുത്തു, അത്രേ ഉള്ളൂ. സേതുമ്മേ ഹായ് എടുത്തേ. ശരി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവാണ്. ഇപ്പോൾ സന്ധ്യ സമയം ഒരു 6 മണിയായിട്ടുണ്ട്. കൃത്യം 6 മണി, 6:01. ഓ ഫ്രണ്ട്സ്, വാട്ട് എ വ്യൂ അല്ലേ! എന്ത് നല്ല വ്യൂ ആണിത്. വാട്ട് എ വ്യൂ. വരാൻ എല്ലാവരും ഉണ്ട്. ആ വഴിയാണോ എടുക്കുക? ഞങ്ങളുടെ ആന്റിമാരെയൊക്കെ ഇപ്പോഴല്ലേ നീ കാണിച്ചു കൊടുക്കേണ്ടത്. ഇതെന്റെ അമ്മ. നീ ഞങ്ങൾ ഒരുമിച്ച് തിരിയും. ചേച്ചി ജോർജ് കുട്ടി, ഹലോ. നമ്മൾ ഈ കാണുന്ന ബീച്ച് ബ്ലാക്ക് സാൻഡ് ബീച്ചാണ്. ഈ കേരളത്തില് ലോലാൻഡ് പ്രദേശത്തിലാണ് ഈ അലൂവിയൽ സോയിൽ കണ്ടുവരുന്നത്. അങ്ങനെയൊന്നുമില്ല. ഇത് അലൂവിയൽ സോയിലിന്റെ ആണോ ബ്ലാക്ക് സാൻഡ് എന്ന് എനിക്ക് അറിഞ്ഞു. ആണോ? അലൂവിയൽ സോയിലിന്റെ ആണ് ബ്ലാക്ക് സാൻഡ് പറയുന്നത്. പട്ടും ചെയ്യില്ല ഇവിടുത്തെ കടി മേടിക്കാൻ ഏത്? ആ അതെ അതെ അതെ. ഇവിടെ ബന്ധാനയും എനിക്ക് ബന്ധാനം വേണം. അപ്പൊ എനിക്ക് ബന്ധാനം വേണം. അത് ബന്ധാനൊന്നും അല്ലടാ. ജോണു വാ, ഇതിലെ കുഞ്ഞു തൊപ്പി എപ്പോഴെങ്ങനെ വേണം. അപ്പൊ തിരിച്ചു വരുമ്പോ ചെസ് ബോർഡ് വാങ്ങിക്കട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിലെത്തി. ബീച്ചിൽ നമ്മൾ ഇറങ്ങാത്തതെന്ന് വെച്ചത് അവിടെയാണ് ശരിക്കും ഇറങ്ങേണ്ടത്, അവിടെയായിട്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങാൻ ഒട്ടും സ്ഥലമില്ല. ഉച്ചയ്ക്കാണെങ്കിൽ അവിടെ ഇറങ്ങാൻ കുറേ സ്ഥലമൊക്കെ കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല. ഓൾ ഹോപ്പ് വേസ്റ്റഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നേരെ കഫേയിലേക്ക് പോവാണ്. ഇവിടുത്തെ ഒരു ഫേമസ് കഫേയാണ്, SM-ലൊക്കെ കൂടുതൽ കാണുന്നത്. അപ്പം അങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാൻ അപ്പം അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഫ്രണ്ട്സ്, നമ്മൾ ഡാർജിലിംഗ് കഫേയിലേക്ക് കയറുകയാണ് ഗൈസ്. അപ്പോൾ കയറി വന്നു. അവരെ കാണാനില്ല. കിട്ടി. ഹോട്ട് കോഫി. ഇത് ഫോക്കസ് ആവത്ത്. ആ ബ്രേക്ക്ഫാസ്റ്റ്. ഇതൊരു വലത്തെ കയ്യിൽ, ഇത് വലത്തെ കയ്യിൽ. അതിനും വേണം കൈ കൊണ്ട് തന്നെയല്ലേ ചൂണ്ടോ.
നമ്മളാണെങ്കിൽ ലഞ്ചും കഴിച്ച് ഇവിടെ അടുത്തുള്ള നമ്മുടെ റിസോർട്ടിൻ്റെ അടുത്തുള്ള എന്തുവാ ഒരു സ്കൂപ്പ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി സ്കൂപ്പ് എന്ന് പറഞ്ഞൊരു കടയിൽ കയറി ഐസ്ക്രീമൊക്കെ വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോവാണ് ഗൈസ്. ഇവിടെ തൊപ്പികളൊക്കെ കിട്ടും. പോയാലും സാധനമൊക്കെ പോയിട്ടുണ്ട്. ഒരു മോതിരം വാങ്ങിത്തരും. വണ്ടിയിലായതുകൊണ്ട് ചുമ്മാ വർക്കിട്ട് ബാഗിലിട്ട് കൊടുത്തരും. അപ്പൊ ഇവർക്ക് എന്തായാലും കൊടുത്ത ഇവര് എല്ലാ ദിവസവും എന്തെങ്കിലും മീറ്റിംഗ് ഒന്നും ഇല്ല. അയ്യോ പോയി എടുത്തു. പിന്നെ വേറെ വാക്കെന്താണ്? നാക്ക് നാ വെച്ചിട്ടാണോ? നാക്ക് നാവ് കാശ്മീരം എന്താ? മോനെ പോണ പോക്കണ്ട. കാശ്മീരത്തിന്റെ രം അക്ഷരം വെച്ചോ എന്താ? കാശ്മീരത്തിന്റെ രം അവസാനം അല്ലേ? ഇത് ഭയങ്കര ഇന്റലിജന്റ് ആണ്. നമ്മളൊക്കെ പേട് വിടും. 3 വേർഡ് 3 വാക്കുകൾ അല്ല 3 അക്ഷരങ്ങൾ. അല്ല തുപ്പുന്നു തുഷാരം. എന്റെ മോനെ തുമ്പിക്കാണിച്ച് തുഷാരം പറയിച്ചു. അതാ ഞാൻ വെരിഫൈ ചെയ്തുണ്ട്. 1980 കൊണ്ട് റിലീസ് ചെയ്തത്. ഞാൻ ജനിച്ചിട്ടില്ല. അല്ല ഇത് എന്ത് പറഞ്ഞ നിമിഷം കാണിക്കും. അതാണ് പറക്കുന്നു, പൊങ്ങുന്നു, ചാടുവാണോ, ഭൂമി, ആകാശം, നീലാകാശം, പച്ചക്കടൽ അങ്ങനെ എന്തെങ്കിലും ആണോ? അല്ല ടോവിനോ അല്ലല്ലോ. ഗോദ, കൊറിയർ സർവീസ്, പ്രോപ്പർട്ടി ശരിയല്ലല്ലോ. നീ വേറെ രണ്ടാമത്തെ വാക്ക്, രണ്ടാമത്തെ പിടിക്കുക. വെട്ടുന്നു, വെട്ടുന്നതിന് മുമ്പ്, വെട്ടി കഴിഞ്ഞിട്ട്, മരം, മരം വെട്ടിയിട്ടോ, കത്തി വെച്ചിട്ടാണോ വെട്ടുന്ന? എന്തോ ഇഷ്ടമാണ്. മഴവില്ലോ, മിന്നൽ മുരളിയാണോടാ? അല്ല ടോമിനോ തന്നെയാണോ? നീ കണ്ടതാണോ? ടോമിനോ അത് ശരിയാണോ? അല്ല. വെറുതെ അല്ല, വെറുതെ അല്ല. എന്നാ ഇവരോട് ആരാ? അല്ല അതിൽ അവൻ അറിയണ നടനില്ല. സിനിമ അറിയാം അവന്. ഇപ്പൊ അതെങ്ങനെയാ? ആ സിനിമയൊക്കെ അറിയാം. അത് റേറ്റിംഗ് ഉള്ള സിനിമയാണ്. മലയാള സിനിമ. അതിൽ കൂടുതലെന്ന് പറയാം. നിനക്ക് അങ്ങനെയല്ല. അങ്ങനെ